ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. കിട്ടിയ സാധനങ്ങളൊക്കെ വെച്ച് പോലീസിന്റെ ഫോറൻസിക് എക്സ്പേർട്സ് സൂപ്പർ ഇമ്പോസിംഗ് എന്ന വിദ്യയിലൂടെ ആളിന്റെ ഒരു രൂപം ഉണ്ടാക്കിയെടുത്തു. അത് ഏതാണ്ട് ഇങ്ങനെ ഇരിക്കും. നോക്ക് മേഡം, ഇങ്ങനൊരാളെ നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ഒന്ന് സൂക്ഷിച്ചു നോക്കൂ. അപ്പോ പരിചയമുണ്ട്. ഈ മുഖം അത് പറയുന്നുണ്ട്. കിട്ടിയ തെളിവുകളൊക്കെ ഞാനൊന്ന് കാര്യമായിട്ട് അന്വേഷിച്ചു. കിട്ടിയ അയാളെ ദാ ഇയാളാണ് കക്ഷി. ഇത് മേഡത്തിന്റെ അമ്മാവനല്ലേ? അതെ, ഇതെന്റെ അമ്മാവൻ തന്നെയാ. കാണാതായിട്ട് കുറെ വർഷങ്ങളായി. അന്ന് പോലീസ് പരാതി കൊടുക്കുകയും ചെയ്തു. പക്ഷേ നിങ്ങളുടെ പോലീസിനെ കൊണ്ട് ഒരു ചുക്കും ചെയ്യാൻ സാധിച്ചില്ല. ചത്തത് കീചകനെങ്കിൽ കൊന്നത് ഭീമനെന്ന് ഒരു പഴഞ്ചൊല്ലുണ്ട്. അത് കേട്ടിട്ടുണ്ടോ? സാർ കടങ്കഥ പറഞ്ഞ് കളിക്കാൻ വന്നതാണോ? അപ്പൊ നിങ്ങൾക്കിതിൽ പങ്കൊന്നുമില്ലെന്നാണോ? കട്ടവനെ കിട്ടിയില്ലെങ്കിൽ കിട്ടിയവനെ കള്ളനാക്കുക എന്ന് നിങ്ങളുടെ സ്ഥിരം പോലീസ് പരിപാടി ഉണ്ടല്ലോ, അതെടുക്കാനാണോ ഉദ്ദേശം? എത്ര കാലമായി ഞാൻ എന്റെ അമ്മാവനെ അന്വേഷിച്ച് നടക്കാണെന്നറിയോ? ഇപ്പൊ നിങ്ങൾ പറയുന്നു കൊല്ലപ്പെട്ടത് എന്റെ അമ്മാവനാണെന്ന്. അത് കേൾക്കുമ്പോ എനിക്കുണ്ടാവുന്ന ദുഃഖം നിങ്ങൾക്ക് പറഞ്ഞ മനസ്സിലാവില്ല. ദുഃഖത്തിന്റെ കഥകളൊക്കെ അവിടെ നിൽക്കട്ടെ. നിങ്ങളെക്കുറിച്ച് ചില കഥകളൊക്കെ ഞാനും അന്വേഷിച്ചറിഞ്ഞിട്ടുണ്ട്. 7-8 വർഷങ്ങൾ കൊണ്ട് നിങ്ങളുണ്ടാക്കിയ നേട്ടങ്ങൾ, വലിയ സമ്പത്ത്, ബിസിനസ്, ഇതിനെല്ലാം പിന്നിൽ ഒരു ചോരമണമുണ്ടെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്കത് നിഷേധിക്കാൻ പറ്റുമോ? എന്റെ ബിസിനസിന്റെ രഹസ്യങ്ങൾ അന്വേഷിച്ച് പോവാതെ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ആദ്യം എന്റെ അമ്മാവനെ കൊന്ന യഥാർത്ഥ കുറ്റവാളിയെ കണ്ടുപിടിക്ക. എന്നിട്ട് അയാളെ എന്റെ മുന്നിൽ കൊണ്ടുവന്ന് നിർത്ത്. നിങ്ങളുടെ നിയമം ശിക്ഷിക്കുന്നതിന് മുമ്പ് എന്റെ അമ്മാവനെ കൊന്ന കൊലയാളിയെ ഞാൻ ശിക്ഷിച്ചിരിക്കും. കേരള പോലീസിനെ കുറിച്ച് നിങ്ങൾക്ക് ശരിക്കും അറിയില്ല. ഡയലോഗ് അടിച്ചിട്ടല്ല മിടുക്ക് കാണിക്കേണ്ടത്. ഇത്രയും കാലം ഈ യൂണിഫോം ഇട്ടതിന്റെ എന്തെങ്കിലും ഒരു കഴിവ് സാറിനുണ്ടെങ്കിൽ, എന്തെങ്കിലും ഒരു തെളിവ് നിങ്ങൾ എന്റെ മുമ്പിൽ കൊണ്ടൊന്ന് കാണിക്കും. അല്ലാതെ സാറിന്റെ ഈ യൂണിഫോമിന് മുന്നിൽ പേടിച്ചു നിൽക്കുന്ന പാവങ്ങളോട് പെരുമാറുന്നത് പോലെ എന്നോട് പെരുമാറണ്ട. പിന്നെ അധികകാലം സാറിന് ഈ യൂണിഫോം ഇടാനുള്ള ഭാഗ്യം ഉണ്ടാവില്ല. ഹോ, ഭീഷണിയാണോ? നമുക്ക് കാണാം. സാർ, ഇതുപോലുള്ള കൂടിക്കാഴ്ചകൾക്കൊന്നും എനിക്ക് തീരെ താല്പര്യമില്ല. പിന്നെ ഭീഷണി അതെന്നോടും വേണ്ട.